പാറ്റകൾ തെരുവിലിറങ്ങി ജന്തർ മന്ദറിൽ ഇതിനും മാത്രം പാറ്റകളാണ്. പറയാനൊക്കെ ഒരു മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജിയുടെ അവസ്ഥ. ഈ കേന്ദ്രം നടത്തുന്ന പരീക്ഷകളെല്ലാം ഉഡായിപ്പാണല്ല. ഏത് പരീക്ഷയിലും ക്രമക്കേടാണ്. എൻ്റെ പൊന്നപ്പോ, ഇതെന്താ അങ്ങനെ? അവിടെ ആ കഴിവില്ലാത്ത മന്ത്രിനെ പോയിച്ച് പുറത്ത് കടിക്കാൻ പോലെ കഴിവില്ലാത്ത ആരും ആ കസേരപ്പുറത്ത് ഇരിക്കണ്ടെന്ന്. ഇതെന്താ കേരളമാണെന്നാണ് അവരുടെ വിചാരം? ഇത് ഇന്ത്യയല്ലേ? ഈ കമ്മികൾക്ക് അധികാരം കിട്ടി ഇറങ്ങിപ്പോകുമ്പോഴുള്ള അവസ്ഥ അറിയാമോ? ഈ കൊടിച്ചു പട്ടിക്ക് ചോറ് കൊടുത്തിട്ട് വടിച്ച് നക്കി തുടച്ച് ആ പാത്രം കൊണ്ട് പുറത്തിട്ട കാക്ക പിണങ്ങി പോകുന്ന ഒരു അവസ്ഥയിലാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഖജനാവ്. ഇവരും മോശക്കാരല്ല. 5 വർഷം കഴിയുമ്പോൾ ഒരു വെച്ച് കൈമാറ്റം. അതാണല്ലോ ഇവിടെ നടക്കുന്നത്. 3.5 കോടി ജനങ്ങളുടെ കേരളത്തിൽ വെറും 1.2% മാത്രമുള്ള ഉദ്യോഗസ്ഥർ ശമ്പളം കൊടുക്കാനാണ് നമ്മുടെ തുകയുടെ 77%. അതും കടം മേടിച്ച് ഒരു തേങ്ങാ പിണ്ണാക്കിന് പോലും വരുമാനമില്ല. അതുകൊണ്ട് നമ്മുടെ മുക്കിനൊരു വെള്ളക്കടലാസം തുറന്നു വെച്ചിരിപ്പാണ്. എന്താന്നല്ലേ? ധവളപത്രം. ഹോട്ടലുകാർ 10 രൂപയ്ക്ക് ചായ കുടിക്കുന്ന ഒരു സാധാരണക്കാരൻ അവിടുന്ന് വെളിയിൽ ഇറങ്ങി സർക്കാരിന്റെ ശൗചാലയത്തിൽ പ്രസാദത്തിന് കയറിയാൽ 10 രൂപ കൊടുക്കേണ്ട നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ശരിയാണ്. പണ്ട് സാധാരണക്കാരന് സൗജന്യ ചികിത്സ കൊടുത്തിരുന്ന സർക്കാർ സ്ഥാപനത്തിന് നമ്മളെ ഭരിക്കുന്നവർ വിളിച്ചു കൊടുക്കുന്ന പേരെന്താണെന്നറിയാമോ? ധർമാശുപത്രി. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതെല്ലാം ധർമ്മം. അതിന് ഈ ഉദ്യോഗസ്ഥ പ്രമുഖർ പോലും ധ്യാനം ഇരിക്കണം ഒന്ന് പ്രസാദിക്കാൻ. നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന് അതിന്ന് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും തീറ്റയും കൂടി എല്ലാം കഴിഞ്ഞിട്ട് നമുക്കുള്ള അവകാശത്തിന് അവരിട്ട പേരാണ് ധർമ്മം. ഇപ്പോഴും ആ പേര് മാറിയത് മാത്രമേ ഉള്ളൂ. ഭരിക്കുന്നവരൊക്കെ തന്നെ. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ കടം 5 ലക്ഷം കോടി കടന്നത്രേ. ആശാനെ, ഇത്രയും തുക കടം മേടിച്ച് അതിൻ്റെ പലിശയും കൊടുത്ത് ശമ്പളവും പെൻഷനും കൊടുത്ത് കേരളം ഭരിക്കാനാണെങ്കിൽ ഈ ചീഫ് സെക്രട്ടറിയും മറ്റ് സെക്രട്ടറിമാരും ചേർന്ന് കടം എടുത്ത് തിരിച്ചും ഭരിച്ചാൽ പോയി. നമ്മളെന്തിനാ MLA മാരും മന്ത്രിമാരും തിരഞ്ഞെടുത്ത് അധിക ചെലവുണ്ടാക്കുന്നത്? ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ഭായി, അല്ലാതെ എന്ത് പറയാനാ? അവസാനം ഇമാർ ഇറങ്ങി പോകുമ്പോഴേ ഉപ്പ് തൊട്ടങ്ങ് കർപ്പൂരം വരെയുള്ള എല്ലാത്തിനും വില കൂടി, വില്ലേജിലും പഞ്ചായത്തിലും വരെ നികുതി കൊടുത്ത് നാളെ പെയ്യുന്ന മഴയ്ക്കും നമ്മൾ ശ്വസിക്കുന്ന വായുവിനും വരെ നികുതി കൊടുക്കേണ്ടി വരും. എടോ, തന്നെ പോലെ തെരുവിൽ ഇതൊക്കെ പറഞ്ഞും പ്രചരിപ്പിച്ചും പ്രസംഗിച്ചും നടക്കുന്ന ആൾക്കാരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത്. അധികാരത്തിലേറിയാൽ ആ കസേരപ്പുറത്തിരുന്നാൽ അതിൻ്റെ സുഖം പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം മറക്കും. അതാണ് പൊളിറ്റിക്സ്.